ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ താമരയ്ക്ക് വളം കൊടുക്കുന്നതാണേ. ഞാൻ താമര നട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ, അതായത് അതിൻ്റെ കോയിൻ ലീവ്സൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ വളം വെച്ച് കൊടുക്കാറ്. അപ്പം NPK, DAP, എല്ലുപൊടി, ചാണകപ്പൊടി അങ്ങനെ മാറി മാറി വെച്ച് കൊടുക്കും കേട്ടോ. അതായത് ഇന്ന് NPK വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം കഴിയുമ്പോൾ DAP, അടുത്ത 15ാമത്തെ ദിവസം ചാണകപ്പൊടി, അങ്ങനെ മാറി മാറി വെച്ച് കൊടുക്കും. നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 15 ദിവസം കൂടുമ്പോൾ വളം വെച്ച് കൊടുത്താൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, എനിക്ക് ഒത്തിരി ഫ്ലവേഴ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നത് DAP ആണേ. DAP എന്ന് പറയുന്നത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ്, DAP എന്നൊക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെ. അപ്പോൾ ഇതാണ് കേട്ടോ DAP. ഇതിപ്പോൾ വേറെ കളറിൽ അവൈലബിൾ ആണേ. ഇത് NPK 19 ഇതിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞാൻ വെക്കുന്നത് DAP ആണേ. കഴിഞ്ഞ തവണ NPK വെച്ചത് കൊണ്ടാകാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു കഷ്ണം പേപ്പർ എടുത്ത് അതിൽ നമുക്ക് വെച്ച് കൊടുക്കാം. പേപ്പർ കുറച്ച് വലുതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാൻ എടുത്തത് ചെറുതായിപ്പോയി. അപ്പോൾ ഇതുപോലെ 1/2 ടീസ്പൂൺ, അതായത് ഒരു 2.5 ഗ്രാം വരും. അത് ഇതുപോലെ പേപ്പറിൽ വെച്ചിട്ട് നമുക്ക് ചെറിയ പൊതികളായിട്ട് കെട്ടിവെക്കാം. NPK ആകുമ്പോൾ 1 ടീസ്പൂൺ എടുക്കണം, അതായത് 5 ഗ്രാം. അതും ഇതുപോലെ ചെറിയ പൊതികളാക്കി എടുക്കാം. നമുക്ക് കിഴി കെട്ടി ചെറിയ തുണിയിൽ കിഴി കെട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് വെക്കാറ്. അപ്പോൾ ഇതുപോലെ ചെറിയ പൊതികളാക്കി നമുക്ക് വെച്ചിട്ട് താമരയ്ക്ക് വെച്ച് കൊടുക്കാം. ഇത് റെഡ് ഫിലിപ്പിൻ്റെ ബഡാണ് കേട്ടോ. എനിക്കിപ്പോൾ തന്നെ ഒരു 3 ഫ്ലവർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വളം വയ്ക്കുന്നതിന് മുമ്പ് പോട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ പൂവിൻ്റെ ഇതളുകളും പിന്നെ കേടായ ഇലകളൊക്കെ ഉണ്ടല്ലോ, അതായത് ചീഞ്ഞ ഇലകളൊക്കെ അതിൻ്റെ അടിയിൽ കാണും. അതെല്ലാം ക്ലീനാക്കി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടെന്ന് ഉറപ്പാക്കണം. അതുപോലെ ഈ ലീവ്സ് എല്ലാം കളഞ്ഞ് പോട്ട് ക്ലീനാക്കിയ ശേഷം നമുക്ക് അതിൻ്റെ നടുക്കായിട്ട് ഈ പൊതി വച്ചു കൊടുക്കാം. താമരയ്ക്ക് അല്പം താഴ്ത്തി അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ താമരയ്ക്ക് നടുക്കാണ് വെക്കുന്നത്, ആമ്പലിന് വെക്കുമ്പോൾ പോട്ടിൻ്റെ സൈഡിൽ വെക്കാവൂ. അപ്പോൾ ഇത് ഒരു വൈറ്റ് ഫ്ലവർ ഉണ്ടാവുന്നതാണേ. നമ്മുടെ വൈറ്റ് ഫോറിനറൊക്കെ പോലെ ഉണ്ട്, പക്ഷേ ഇച്ചിരിയോടെ പെറ്റൽ കൗണ്ട് കൂടുതലാണ് കേട്ടോ. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റിയാണേ. ഉണ്ടോ, ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡ് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ എനിക്കൊരു 5 ഫ്ലവർ ഇതിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ അതേ വീണ്ടും ബഡ് വരുന്നു, നോക്ക്, കണ്ടോ. അതുപോലെ നമ്മുടെ ഈ പോട്ടിനകത്ത് നമ്മൾ പായലിട്ടിട്ടുണ്ടാവുമല്ലോ, അത് ഒത്തിരി ആയി കഴിയുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ വളം വെച്ച് കൊടുക്കുന്നതെല്ലാം ഈ പായൽ വലിച്ചെടുക്കും. അടുത്തത് നമ്മുടെ ബ്ലൂവിങ് മെഷീൻ എന്നൊക്കെ പറയുന്ന അമരിക്കമേലിയാണേ. ഞാനിത് വെച്ച് ഒരു 1 മന്ത് ആകണതിന് മുമ്പ് തന്നെ എനിക്ക് ബഡ് വന്നു കേട്ടോ. ആദ്യത്തെ കുഞ്ഞു ബഡായിരിക്കും, അത് കഴിഞ്ഞ് മച്ചുറായി കഴിയുമ്പോൾ നല്ല വലിയ ബഡ് കിട്ടും. അപ്പോൾ അതിനും ഇതുപോലെ നമുക്ക് നടുക്ക് വെച്ച് കൊടുക്കാം. തുടക്കക്കാർക്കൊക്കെ പറ്റിയൊരു ലോട്ടസാണ് ഈ അമരിക്കമേലിയ കേട്ടോ. നന്നായിട്ട് ഫ്ലവർ ചെയ്യും. നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞാൽ ഫ്ലവർ ചെയ്യുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഈ കൂടെ ഞാൻ ആമ്പലിന് വളം വയ്ക്കുന്ന രീതിയും കാണിച്ചു തരാം കേട്ടോ. ഇതാണേ, ഇതൊരു വിവിപാരസ് ടൈപ്പ് വാട്ടർ ലില്ലി ആട്ടോ. ഒരു വൈറ്റ് വിത്ത് ബ്ലൂ ഷെയ്ഡൊക്കെ ആയിട്ട് കേട്ടോ, ഒരു ലൈറ്റ് ബ്ലൂ കളർ കണ്ടോ. ഇത് ഫ്ലവർ കഴിഞ്ഞതാകെ കേട്ടോ. നമ്മൾ വിവിപാരസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫിൻ്റെ നടുക്ക് കണ്ടോ, ഒരു ചെറിയ ഒരു നോഡ് പോലെ കണ്ടോ. അപ്പോൾ നമ്മൾ ഈ ലീഫ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ തൈ കിട്ടും. അപ്പോൾ നമുക്കതുപോലെ അതിൻ്റെ സൈഡിലായിട്ട് അത് വെച്ച് കൊടുക്കാം. ഈ ലീഫിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്നതിനെയാണ് വിവിപാരസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ ഐഡിയ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ നമ്മൾ നടുക്ക് ഇത് പ്ലാന്റ് വെക്കുന്നത് കാരണമാണ് സൈഡിൽ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ നോഡ് ഇത് കണ്ടോ, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ ലീഫെല്ലാം ചീഞ്ഞ് ബാക്കി പോയിട്ട് നമുക്ക് പുതിയ തൈ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. വീണ്ടും കാണാം. താങ്ക്